റോസ് ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു യാണും ഒരു ഹുക്കും വേണം. ഞാനിവിടെ റെഡ് കളറിലെ യാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അപ്പം നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ സ്ലിപ്പ് നോട്ട് ഇടാം. ഇങ്ങനെ നമ്മൾ ഒരു തവണ ചുറ്റിയിട്ട് ആ ചുറ്റി വന്നതിനെ ആ ഹോളിനുള്ളിലൂടെ പുറത്തേക്ക് ഇട്ട് വലിച്ചാൽ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. മനസ്സിലാവാത്തവർ ഒന്നുകൂടി കണ്ടു നോക്കിയിട്ട് ചെയ്താൽ മതി, മനസ്സിലാവും. അതേപോലെ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ അവിടെ നിന്ന് യാണിന് വലിച്ചുകൊണ്ട് കൊടുത്താൽ അത്രയും ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ക്രോഷേ വർക്കിലുള്ളൊരു പ്രത്യേകത. തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ വന്നോളും, പേടിക്കാനില്ല. ഇതേപോലെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനുള്ളിലൂടെ നമുക്ക് ഹുക്ക് ഇട്ടിട്ട് വളരെ ടൈറ്റ് അല്ലാത്തയും എന്നാൽ വളരെ ലൂസ് അല്ലാത്തയും രീതിയിൽ ഒരു പാകത്തിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഹുക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ രീതിയിൽ വെക്കാം. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 61 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിൽ വേണമെങ്കിൽ 3 അളവിൽ ചെയ്യാം. 31 സ്റ്റിച്ച് അല്ലെങ്കിൽ 61 അല്ലെങ്കിൽ 91. ഓരോ സ്റ്റിച്ചിനനുസരിച്ച് ഫ്ലവറിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരും. നിങ്ങൾക്ക് വേണ്ട സൈസിനനുസരിച്ച് ചെയ്താൽ മതി. 31 ആണെങ്കിൽ ചെറുതായിരിക്കും, 61 ആണെങ്കിൽ അത്യാവശ്യം മീഡിയം സൈസിലുള്ള നമുക്ക് ഫ്ലവർ കിട്ടും. 91 ആണെങ്കിൽ അത്യാവശ്യം വലിയ ഫ്ലവർ കിട്ടും. ഇവിടെ ഞാൻ 61 സ്റ്റിച്ചാണ് ഇടുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ചാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ബേസായിട്ട് വരുന്നത്. ഇതേപോലെ 61 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഇതാ ഇപ്പം ഞാൻ 61 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവും. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി എല്ലാ സ്റ്റെപ്പും ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, ഇതിൽ ആദ്യത്തെ 5 ചെയിൻ സ്റ്റിച്ച് വിടുക. 5 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് 6ാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് ഹുക്കിന് ഇട്ട് കൊടുക്കണം. 5 ചെയിൻ സ്റ്റിച്ച് വിട്ടതിന് ശേഷം 6ാമത്തെ ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ ഹുക്കിനെ കടത്തി വിട്ടാൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡബിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യാം. നമ്മൾ ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് 5 സ്റ്റിച്ച് വിട്ട് 6ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ കടത്തി ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെയാണ് യാൺ പിടിക്കുന്നത്. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് പിടിക്കുന്നത്. എനിക്കിതാണ് കംഫർട്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പിടിക്കാറ്. കുറച്ച് നേരം കഴിയുമ്പോൾ കൈ വേദനിക്കാറുണ്ട്. നമുക്ക് ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ ആദ്യം 3 ലൂപ്പ് കിട്ടും. ഇതിന് നമ്മൾ ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ ഹുക്ക് കടത്തിയിട്ട് വീണ്ടും വരുന്ന 2 ലൂപ്പിനുള്ളിലൂടെ ഒന്നുകൂടി യാൺ ഓവർ ചെയ്യുന്നു, ഞാൻ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മളിപ്പോൾ അവിടെ 5 ചെയിൻ വിട്ട് 6ാമത്തെ ചെയിനിലൂടെ ഡബിൾ ക്രോഷയാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മളിവിടെ നിന്ന് 2 ചെയിൻ വിടുന്നു. 2 ചെയിൻ വിട്ടതിന് ശേഷം ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. 2 ചെയിൻ വിട്ട് 3ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ആദ്യം കാണുമ്പോൾ ഭയങ്കര ടഫാണ് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ നിന്ന് നമ്മൾ 3 ചെയിൻ ചെയ്യുന്നു. 3 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്ത ഡബിൾ ക്രോഷേയുടെ അവിടെ തന്നെ
വീണ്ടും ഈ 3 ചെയിനിന് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ചെയ്തതിന് ശേഷം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറയുന്നതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ വരും. ഇങ്ങനെ താഴെയും ത്രികോണം മുകളിൽ ത്രികോണം എന്നുള്ള പോലെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ 61 ചെയിൻ ചെയ്ത് മൊത്തം ഇങ്ങനെ ചെയ്ത് വരിക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളാണ്, മനസ്സിലാവും. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് വരെ ഫുൾ 61 ചെയിൻ ഇങ്ങനെ ചെയ്യാം. മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. വലിയ ടഫും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2-3 തവണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമുക്കത് പിടികിട്ടും. ഇതുപോലെ ഞാൻ 61 ചെയിൻ ഫുള്ള് ഇതിൽ ഡബിൾ ക്രോഷ്യയും 3 ചെയിനും വെച്ചിങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെയായിരിക്കും കിട്ടുക. ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ലാസ്റ്റ് ചുരുട്ടാനുള്ള തന്നെയാണ്. ഇനി നമ്മളിതിനെ ടേൺ ഓവർ ചെയ്യും. നമ്മൾ ഇവിടുന്ന് ഇത്ര നേരം ചെയ്ത് വന്നതിനെ തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിക്കുന്നതിന് മുന്നായിട്ട് ഒരു 3 ചെയിൻ ചെയ്യാനുണ്ട്. ഇതുപോലെ നമ്മൾ 3 ചെയിൻ അവിടെ നമ്മൾ നിർത്തിയല്ലോ, അവിടെ നമ്മൾ ഒരു 3 ചെയിൻ കൂടി ചെയ്തിട്ട് ടേൺ ഓവർ ചെയ്യാം. നേരെ തിരിച്ച് പിടിക്കാം. അപ്പം ഇങ്ങനെ കിട്ടും. ഇനി ആദ്യം കാണുന്ന ആ ഒരു ഹോളില്ലേ, അതിനുള്ളിൽ നമ്മളൊരു 5 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഹോളില്ല, അവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും നമ്മൾ അടുത്ത ഹോള് ത്രികോണം പോലെ വരുന്നത്, അവിടെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ അല്ല 6 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഒരെണ്ണം കൂടുതൽ കൊടുക്കുക. ആദ്യം നമ്മൾ 5 കൊടുത്തത്, രണ്ടാമത്തേൽ 6 ഡബിൾ ക്രോഷ്യ. ഇതിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത, എന്നിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ 5-6 ഡബിൾ ക്രോഷ്യ അല്ല ചെയ്യുന്നത്, 8 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങി ലാസ്റ്റിന്ന് 3-ാമത്തെ ട്രയാങ്കിൾ, മനസ്സിലായോ? അല്ലെങ്കിൽ ഹോള്, ആ ഹോള് വരെ നമ്മൾ 8 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ 5 ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, 6 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, അതേപോലെ 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ പോലെ ചെയ്ത് ലാസ്റ്റ് 3-ാമത്തെ ട്രയാങ്കിൾ വരെ 8 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 2, 5, 6 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം അവിടുന്ന് നമുക്കിതിവിടെ ലാസ്റ്റിന്ന് ഒരു 3-ാമത്തെ ട്രയാങ്കിൾ വരെ നമ്മൾ 8 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ട്രയാങ്കിൾ അല്ലെങ്കിൽ ഹോളിൽ നമ്മൾ 10 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. മൊത്തം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും കിട്ടുക. ലാസ്റ്റ് 2 വരുമ്പോൾ ലാസ്റ്റത്തെ 2 മാത്രം നമ്മൾ 10 ഡബിൾ ക്രോഷ്യ കൊടുക്കണം. പിന്നെ ആദ്യത്തെ 5ഉം 6ഉം 10നും ഇടയ്ക്കാണ് നമ്മൾ 8 ഡബിൾ ക്രോഷ്യ മൊത്തം കൊടുക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ടെയിൽ പോലെ കുറച്ച് യാണ് അങ്ങനെ കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ലെങ്ത്തിൽ ഇരുന്നാൽ നല്ലതായിരിക്കും. നമുക്കത് ഫ്ലവർ നല്ല ഫിറ്റായിട്ട്
ഭംഗിക്കിരിക്കാൻ വേണ്ടിയിട്ട് യാൺ കുറച്ചധികം എടുത്തിട്ട് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാം. ഞാനടുത്ത് കുറച്ച് കുറഞ്ഞു പോയി, കുറച്ചുകൂടി ലെങ്ത്തിൽ എടുത്താൽ നല്ലതായിരിക്കും. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുന്ന ഇതിന് നമ്മളൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും. നല്ല ടൈറ്റായിട്ട് നല്ല ഭംഗിക്ക് തന്നെ റോൾ ചെയ്യാം. റോൾ ചെയ്തപ്പോൾ കുറച്ച് ലൂസ് ഉണ്ട്. ഇത്തിരി ടൈറ്റിൽ തന്നെ നല്ലോണം ഭംഗിക്ക് പിടിച്ച് റോൾ ചെയ്യാം. നമ്മൾ താഴെ വരുന്ന ആ യാണിനെ ഉള്ളിലൂടെ ഒന്ന് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു സൂചി യൂസ് ചെയ്യുന്നുണ്ട്. ക്രോഷ്യോ കിറ്റിലേക്ക് ഇത് കിട്ടും. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിബൺ വർക്കൊക്കെ ചെയ്യുന്ന ഒരു സൂചിയാണ്. ബോട്ട്കിൻ സൂചി എന്നാണ് ഇതിന് പറയുക. ഞാനത് യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ഉള്ള വലിയ ഏത് സൂചി ആയാലും യൂസ് ചെയ്യാം. നമുക്ക് യാണ് കടന്ന് പോയാൽ മതി. അപ്പോൾ യാണ് നമ്മൾ ഈ സാധാ സൂചിയിൽ നൂല് കൊടുക്കണ പോലെ കോർത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. നമ്മൾ ഈ റോൾ ചെയ്യുന്നത് ഫിറ്റായിരുന്നാലല്ലേ അത് ഫ്ലവറായിട്ടിരിക്കുള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയിൽ യാണ് കാണാത്ത വിധം ഉള്ളിൽ ഫിറ്റാക്കി വെച്ച് കൊടുക്കാം. ബാക്കി വരുന്നത് ഞാൻ ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ ശരിയാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഏനം പോലെ ശരിയാക്കിയാൽ മതി. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഫ്ലവർ കിട്ടും. ഞാൻ ഇതുപോലെ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഒരു ബൊക്കെ പോലെയൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ ബൊക്കെ ആക്കിയിട്ടില്ല. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.